നമസ്കാരം. ഇടവക്കൂറ് കാർത്തികയുടെ ഒടുവിലുള്ള 45 നാഴിക, രോഹിണി, മകയിരം നാളിൻ്റെ ആദ്യ 30 നാഴിക ഇവ ചേർന്ന ഇടവക്കൂറുകാർക്ക് ജൂലൈ മാസത്തിൽ വ്യാഴം 3-ലാണ്, ശനി 11-ലാണ്, രാഹു 10-ലാണ് സഞ്ചാരം. ശനി വളരെ അനുകൂലമാണ്. പൊതുവെ നോക്കിയാൽ ഗുണദോഷ സമ്മിശ്രമെന്ന് കാണാം. നിങ്ങൾക്ക് സാമ്പത്തികമായി കുറേ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. 11-ലെ ശനി വളരെ ഗുണകരമായിട്ടാണ് നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും പുരോഗതിയും അഭിവൃദ്ധിയും നേട്ടങ്ങളും വന്നു ചേരാനായിട്ട് നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ലാഭകരമായ സാഹചര്യം ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും. ധനസമൃദ്ധി നേടിയെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അവസരമാണ് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ കൂടുതൽ വിപുലീകരിക്കാനായിട്ട് കഴിയും. ബിസിനസ്സിൽ നിങ്ങൾക്ക് കൂടുതൽ ഉയർച്ചയും പുരോഗതിയും വന്നു ചേരും. എല്ലാ രീതിയിലുമുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ബിസിനസ് രംഗത്ത് ഉണ്ടാകും. കച്ചവടപരമായി നിങ്ങളുടെ അടിത്തറ വ്യാപിപ്പിക്കാൻ കഴിയും. ജോലി അന്വേഷിക്കുന്നവർക്ക് വൈകാതെ ഈ ജൂലൈ മാസത്തിൽ തന്നെ അത് കിട്ടും. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി കിട്ടും. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ പലതും ഈ ജൂലൈ മാസത്തിൽ ഉണ്ടാകും. സ്വന്തമായി വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ തൊഴിൽ മേഖലയെ കൂടുതൽ വികസിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും. തൊഴിൽപരമായിട്ട് നല്ല നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക പുരോഗതി നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല ഉയർച്ചയും പുരോഗതിയും ഈ മാസം നേടാനായിട്ട് അവസരം ഉണ്ടാകും. അതിലൂടെ ഉപരിപഠന കാര്യങ്ങളിലും ഗുണങ്ങൾ ലഭിക്കും. ഔദ്യോഗിക രംഗത്ത് വിവിധ വകുപ്പുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങൾക്കും ഇടയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി പരിശ്രമിച്ച് മുമ്പോട്ട് പോവുക. കലാകായിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഗുണങ്ങളുണ്ടാകും. കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. പ്രശസ്തി വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. മറ്റ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങൾക്ക് ഇടയുണ്ട്. അന്യദേശങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. പഠനാവശ്യങ്ങൾക്കായിട്ട് ആണെങ്കിലും ജോലിയുടെ കാര്യത്തിലായാലും വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിന് ശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തികമായി പാഴ്ചെലവുകൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് ജൂലൈ മാസത്തിൽ ഒരു ഭാഗികമായ സാധ്യതയാണ് കാണുന്നത്. ഊർജിതമായിട്ട് ശ്രമിച്ചാൽ അനുകൂലമായിട്ട് വന്നേക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുന്ന ഒരു കാലഘട്ടമാണ്. പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടതായി വരും. അശ്രദ്ധയും ആലോചനക്കുറവുമൊന്നും ഉണ്ടാകരുത്. അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങളോ ടെൻഷനുകളോ ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ കുടുംബപരമായ ക്ഷേത്രങ്ങളോ കാവുകളോ ഉണ്ടെങ്കിൽ അവിടെ വേണ്ട ആരാധനകൾ ചെയ്യുക. കർക്കിടക മാസ അനുഷ്ഠാനങ്ങളൊക്കെ ഭംഗിയായി തുടങ്ങി വയ്ക്കുക. നന്നായി ഒരു ഗണപതി ഹോമം, വലിയ ഭഗവതി സേവ നടത്തുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടറിഞ്ഞ് ഉചിതമായ പ്രതിവിധികൾ ചെയ്താൽ വളരെ ഗുണമാണ്.